ഒരു റോഡിന് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ നാടൊന്നിക്കുന്ന കാഴ്ചയാണ് മലപ്പുറം പെരിന്തൽമണ്ണ കട്ടുപ്പാറയിൽ നമുക്ക് കാണാനാകുന്നത്. പെരിന്തൽമണ്ണ പുലാമന്തോൾ സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ ജനകീയ പ്രതിഷേധമുള്ളത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരമാണ് ഈ ഒരു പ്രതിഷേധം റോഡ് ഉപരോധം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം തന്നെ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ ഭരണസമിതി അംഗങ്ങൾ, വിവിധ കക്ഷി നേതാക്കൾ എല്ലാവരും ഒരേപോലെ ഈ ഒരു ആവശ്യത്തിന് അണിനിരക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. 4 വർഷമായി തുടങ്ങിയ റോഡ് പണി ഇതുവരെയും 0.5% പോലും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ, റോഡിന്റെ അവസ്ഥ അതീവ മോശമായ സാഹചര്യത്തിൽ മറ്റൊരു വഴിയുമില്ലാത്തതിനാലാണ് ഇത്തരത്തിലേക്കൊരു സമരത്തിലേക്ക് ഈ ഒരു ജനകീയ സമിതിക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇത്തരത്തിൽ ഈ ഒരു വലിയ പ്രതിഷേധം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ കരാറെടുത്ത കമ്പനി ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല. ഇവിടെ ഈ ഒരു റോഡ് പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് തീരുന്നതുവരെ, ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് സമരസമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സൂചന മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രശ്നത്തിൽ അനുകൂല ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തിരുവനന്തപുരത്തെത്തി അവിടെയും സമരം വ്യാപിപ്പിക്കും എന്ന മുന്നറിയിപ്പാണ് സമരസമിതി നൽകിയിരിക്കുന്നത്. ഇത് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല, മറിച്ച് ജനങ്ങളുടെ അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് കൂടിയാണ്. അതുകൊണ്ടാണ് ഈ സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ട് ജനങ്ങളെ അല്പം ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു സമരത്തിന് തയ്യാറാകേണ്ടി വന്നത് എന്നാണ് സമരസമിതി ആഹ്വാനം ചെയ്യുന്നത്. നമ്മോടൊപ്പം MLA നജീബ് കാന്തപുരം ചേരുന്നു. ഇത്തരത്തിലൊരു സമരത്തിലേക്ക് എത്തേണ്ടി വന്നു അല്ലേ? സ്വാഭാവികമായിട്ടും ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ജനകീയ പ്രശ്നമായി, ജനങ്ങളുടെ വിഷയമായി ഒരുപാട് കാലമായി, പ്രത്യേകിച്ച് ന്യൂസ് 18 ഈ വിഷയം വളരെ ഗൗരവമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് ഇതിലെ കെടുകാര്യസ്ഥതയാണ്. ആ കെടുകാര്യസ്ഥത അവസാനിക്കുന്നവരെ ഒരുമിച്ച് തന്നെ പോരാടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസവുമില്ല. ഒരു താല്പര്യമേ ഉള്ളൂ, ഈ മേലാറ്റൂർ മുതൽ, ഈ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള നമ്മുടെ റോഡ് എത്രയും വേഗം ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാവുന്ന തരത്തിലേക്ക് മാറണം. കമ്പനിയെ നീക്കി കഴിഞ്ഞു, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? എത്രയും വേഗം പുതിയ കമ്പനിക്ക് ഇതിന്റെ കോൺട്രാക്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ആ സംവിധാനം ഉണ്ടാക്കലാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നിയമപരമായിട്ടുള്ള എന്ത് തടസ്സമാണെങ്കിലും അത് എത്രയും വേഗം പരിഹരിക്കാനും പരിഗണിക്കാനും തയ്യാറാവണം. അത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കണം. അതിന്റെ കോൺട്രാക്ട് കമ്പനി എത്രയും വേഗം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതുവരെയും ഈ സമരം യാതൊരു തരത്തിലും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ആംബുലൻസിന് വഴിയൊരുക്കുന്ന കാഴ്ച നമ്മോടൊപ്പം പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൗമ്യ ചേരുന്നുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ ഭേദങ്ങൾക്കും അതീതമായ ജനങ്ങളുടെ ആവശ്യമാണ്. എന്തൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത ഘട്ടത്തിൽ ചെയ്യാൻ? അടുത്തതായിട്ട് മിനിസ്റ്ററെ നേരിട്ട് കണ്ടിട്ട് നമുക്ക് സംസാരിക്കണം. കാരണം ഈ കമ്പനീനെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന സ്ഥിതിക്ക് അതിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വേഗം ഗതാഗത യോഗ്യമാക്കി തരണം എന്നാണ് നമ്മളുടെ ആവശ്യം. അതിനൊരു നിവേദനം കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓൾറെഡി ആ ടെർമിനേറ്റ് ലെറ്റർ വന്നപ്പോൾ തന്നെ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് മിനിസ്റ്ററെ നേരിട്ട് പോയിട്ട് കാണുന്നതാണ്. കമ്പനി റോഡ് അറ്റകുറ്റപ്പണി പകുതി പൂർത്തിയാക്കി പിന്മാറുന്നത്, അവർ കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പണിക്കിനെ വഴിയില്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ അവര് ഇപ്പോ ടെർമിനേറ്റ് ലെറ്റർ വന്നിട്ടും ബാക്കി പണി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതുകൂടി മിനിസ്റ്ററിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ കമ്പനി ചെയ്ത പണിക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് കൂടി നമ്മൾ മിനിസ്റ്ററിനെ ബോധ്യപ്പെടുത്തും. അതാണ് സമിതിക്ക് പറയാനുള്ളത്. ഈ ഒരു റോഡ് പണി പൂർത്തിയാകുന്നത് വരെ, ഗതാഗത യോഗ്യമാകുന്നത് വരെ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഈ തരത്തിൽ സർക്കാർ അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ, ഈ റോഡ് പണി എത്രയും വേഗം പൂർത്തിയാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ സമരങ്ങൾ നടത്തുമെന്നാണ് സമരസമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. കട്ടുപ്പാറയിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18.